റോബോട്ടല്ല, വോയിസ് ചേഞ്ചറാ. ഐ മീൻ എൻ്റെ വോയിസാണ്. എനിക്ക് ഈ ഇടക്കായിട്ട് ഭയങ്കര എനിക്കിപ്പം മിമിക്രി എടുക്കാൻ അറിയാം. ഞാൻ ഈ കോഴിയുടെ സൗണ്ട് കേൾക്കാം. ഇനി നമുക്ക് പന്നിയുടെ സൗണ്ട് കേട്ട് നോക്കാം. ഇനി നമുക്ക് ആരുടെ സൗണ്ട്. അപ്പം ഇന്നത്തെ പോലെ ഞാൻ ഇവിടുന്ന് ഉദ്ഘാടനമായി ചാടുന്നു. അയ്യോ, ചത്ത് എൻ്റെ കുറ്റമല്ല. അതൊന്നും തരം ക്ലച്ചാണാ. വെയിറ്റ് ഞാൻ ഇപ്പോൾ വരാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഓക്കെ എന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അപ്പം ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് എൻ്റെ ഈ എന്താ പറയുന്നേ ഈ ഒരു ഷവല് മാക്സ് ആക്കിയിട്ടുണ്ട്. ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഈ ഷവല് ഞാൻ മാക്സ് ആക്കി. സ്കിൽ ടച്ച് എഫിഷ്യൻസി ബൈ റെഗിമെൻറ്റിങ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ബേസിൻ്റെ പണി ഇപ്പം തന്നെ തുടങ്ങിയേക്കാം. തീരാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും കാട്ടാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇനി പിക്കാസ് ഉണ്ട്. അത് ഞാൻ പിന്നെ എപ്പോഴും സെറ്റ് ചെയ്തോളാം ഓഫ് ക്യാമറയിൽ. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ തന്നെ സെറ്റാക്കാം. ഇന്ന് അത്ര എനിക്ക് ക്ലീനാക്കാൻ പറ്റി നമുക്ക് നമ്മുടെ ബേസിൻ്റെ ലുക്ക് അങ്ങോട്ട് ഇടാം. നമ്മൾ ഇതായിരുന്നല്ലേ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന. എന്നാലാ ഒരുവിധമൊക്കെ ക്ലീൻ നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയും കൂടെ ഞാൻ ക്ലീൻ ചെയ്യണം. ഈ ഒരു നിരപ്പാക്കാനാണ് എൻ്റെ പ്ലാൻ. ഞാൻ ഇന്നലെ അടയാളം വെച്ച് അത്രയും. ഇന്ന് എനിക്ക് കംപ്ലീറ്റ് ആക്കണം. ഇങ്ങനെ എനിക്ക് മുഴുവൻ ഇവിടെ ഇങ്ങനെ ഒരേ ലെവലാക്കണം. ഇങ്ങനെ ചെയ്യണം. ഈ ഒരു ലെവല് നമ്മൾ കറക്റ്റ് എത്തിക്കണം. ഇതെവിടം വരെ സെറ്റാക്കും. ഇത്രയും മതി. നമ്മൾ ചെറിയ സ്ഥലമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു സ്റ്റാർട്ടപ്പ് ബേസ്. പിന്നെ നമുക്ക് ഒരു മെഗാ ബേസ് പണിയാം. അത്യാവശ്യം ആയിക്കഴിഞ്ഞ് നമ്മൾ ഇപ്പം തന്നെ എല്ലാം അത്യാവശ്യമായി. സ്റ്റാർട്ടപ്പ് ബേസ് അതായത് എറണാകുളത്ത് നമുക്ക് 11 ബേസൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ബേസാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. മെഗാ ബേസ് ഉണ്ടാക്കുന്നത് നല്ലത്. അതാകുമ്പോൾ ഒരുപാട് പരിപാടിയില്ല. സ്റ്റാർട്ടപ്പ് ബേസ്. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. സോ ഇന്നലെ ഞാൻ ഇവിടെ വെച്ച് ഇതിങ്ങോട്ട് വേണം. നിങ്ങൾ റീപ്ലേ മോഡ് സെറ്റാക്കാം. വെറുതെ റീപ്ലേ മോഡ് കുറച്ച് ദിവസമായി ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ റീപ്ലേ മോഡാണ് ആക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം ഇവിടം വരെ ഇവിടം വരെ ക്ലീൻ ആക്കാം. അല്ല, ഞാൻ ഇന്നലെ ഇടാൻ വെച്ചത് ഇവിടം വരെ അല്ലല്ലോ. അതെ, ഇവിടം വരെ. ഇവിടം വരെ അങ്ങനെ മുഴുവൻ ക്ലീൻ ആക്കണം. അപ്പം ഞാൻ ക്ലീൻ ആക്കുന്നത്. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വെച്ചാൽ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം ഞാൻ എന്തായാലും റീപ്ലേ മോഡ് ഓണാക്കി പണി ചെയ്യാം. വെറുതെ ഒരുപാട് ബോറടിപ്പിക്കണ്ട. ഓക്കെ, ഞാനിങ്ങനെ ഷവൽ വെച്ചുള്ള ഏകദേശം പണി എടുത്തിട്ടുണ്ട്. നീ കാണാൻ കഴിയും. ഗ്രാസ് ബ്ലോക്ക് നമ്മുടെ സ്കിൽ ടച്ച് പിക്കാസ് കാരണം കിട്ടിയേ. ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. ഇതും കൂടെ ഇപ്പോൾ ഇത് ഏകദേശം ഒരു അളവായി. ഇനി നമുക്ക് ബാക്കിയൊക്കെ നമ്മുടെ പിക്കാസ് നമുക്ക് എഫിഷ്യൻസി 5 ഇട്ടാൽ ഇനി സ്പീഡ് മൈൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ പരിപാടിയൊക്കെ നിങ്ങൾ കഴിയില്ല. അതുകൊണ്ട് എഫിഷ്യൻസി 5 വരണം. അപ്പോൾ ഇന്ന് ഇത് തന്നെ ക്ലീൻ ആക്കാൻ പറ്റും. അത് ഇത് കറക്റ്റൊരു മലയുടെ മണ്ടക്ക് കയറുന്ന രീതിയിലാക്കിയാലേ ഇത് കറക്റ്റ് മലയുടെ ഇവിടെ ക്ലീൻ പ്ലേസ് കിട്ടിയെന്ന് മനസ്സിലാവും. അത് ഇതിരിക്കുമ്പോൾ ഇതേ കുഴിച്ചല്ലേ എന്നൊരു ഇത് തോന്നും. അപ്പോൾ ഇത് നമുക്ക് ഇതും ബിൽഡ് ചെയ്യേണ്ടി വരും. ഇനി ഒരുപാട് പരിപാടിയുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ചെസ്റ്റ് ഇവിടെ ഉണ്ടാക്കി വെക്കേണ്ടി വരും. ഈ ഗ്രാസൊക്കെ കളക്ട് ചെയ്യാൻ. അതൊക്കെ പിന്നെ കളക്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇവിടുന്ന് പോകുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ പിക്കാസ് കുറച്ച് എൻജോയ്മെൻ്റൊക്കെ ആഡ് ചെയ്യണം. മെയിനായിട്ട് എനിക്ക് ആഡ് ചെയ്യേണ്ടത് എഫിഷ്യൻസി 5 അൺബ്രേക്കിംഗ് 3 മെൻഡിങ്. ഇത് 3 മെയിനായിട്ട് എനിക്ക് ഇപ്പോൾ ഇടേണ്ടത്. അത് സ്കിൽ ടച്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ഞാൻ റെഡ് ഡിസീസ് കുറച്ച് 5 ഇട്ടിരിക്കുക. മെയിനായിട്ട് കാരണം എനിക്ക് FPS അത്രയും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഫോൺ എന്തൊക്കെയോ മാനസികമായി തകരാറിലാന്ന്. മെൻഡിങ് ഇട്ടേക്കാം. മെൻഡിങ് ഇല്ല, എഫിഷ്യൻസി 5 ഇടാം. അപ്പോൾ മെൻഡിങ്ങിൻ്റെ അടുത്ത് പോയിട്ട് ഈ സാറിൻ്റെ നമ്മളിത് ഈ
ഇതെന്ത് വിൽക്കുന്നത്? ഓ, ത്രോംസ് 3 അവൻ തന്നെ വിൽക്കുന്നുണ്ടായിരുന്നു. ഇതിലാവട്ടെ. ഇതിവിടെ വെച്ചിട്ട് ഇത് പൊട്ടിക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഇടുന്ന ബുക്ക് നമുക്ക് വാങ്ങാം. എഫിഷ്യൻസി 5 നോ. എഫിഷ്യൻസി 5 കിട്ടി. ബട്ട് മെൻറ്റിങ് അങ്ങനെയുള്ള അവറാടില്ല. ഞാൻ IFI പോയി കുറച്ച് അയൺ എടുത്തിട്ട് വരാം. അതങ്ങനെ വിൽക്കുവാണെങ്കിൽ ആവും. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ പിക്കാസിലോട്ട് എഫിഷ്യൻസി 5 ഇട്ടേക്കാം. എഫിഷ്യൻസി 5 ഇടുന്നതിന് മുമ്പ് എൻ്റെ പിക്കാസ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഉള്ള എൻചൈനൊക്കെ കളയണം. എനിക്ക് 2 പിക്കാസാണ് വേണ്ടത്. ഒന്നിൽ ഫോർച്യൂണും ഒന്നിൽ സ്കിൽ ടച്ചും. രണ്ടായിട്ട് തിരിക്കണം. ഓക്കെ, അങ്ങനെ അതായിട്ടുണ്ട്. എഫിഷ്യൻസി 5ൻ്റെ ഒരു പിക്കാസ് റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് അൺബ്രേക്കിംഗ് ആണ്. അൺബ്രേക്കിംഗ് 3 മെൻറ്റിങ്. ഇത് 2 ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു നല്ലൊരു പിക്കാസ് റെഡിയാണ്. കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. ആരോളെ വാ. അപ്പോൾ ഇതെല്ലാം വിറ്റ് എമറാൾഡാക്കി നമുക്കൊരു മെൻറ്റിങ് അങ്ങോട്ട് എടുക്കാം. മെൻറ്റിങ്, അൺബ്രേക്കിംഗ് ഇത് 2 ഇപ്പം തന്നെ എടുക്കണം. താങ്ക്യൂടാ മോനെ, എക്സ്പിയും കിട്ടി. ഇപ്പോൾ മെൻറ്റിങ്ങും അൺബ്രേക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളായി. ഒരു സ്റ്റാക്ക് ആവാറായി. ഒരു സ്റ്റാക്കായി. ഇനി എനിക്ക് അൺബ്രേക്കിംഗ് മെൻറ്റിങ് വാങ്ങാം. അൺബ്രേക്കിങ് ഞാൻ വരുന്നത് എൻ്റെ ബുക്കുണ്ട്. ഉണ്ട് 2 ഇടാനുള്ള ബുക്കുണ്ട്. സ്കിൽ ടച്ച് ഇപ്പോൾ വേണ്ട. ഇതേതാ സാധനം? ഫ്ലെയിം. ഓ, അത് ബോയിൻ്റെ അകത്ത് ഇടാനുള്ള മെൻറ്റിങ്. നൗ അൺബ്രേക്ക്. അതേണ്ട അൺബ്രേക്കിങ്ങുമായി പോവാം. ഇതായിട്ടിരുന്നേ അൺബ്രേക്കിംഗ് ആയി, മെൻറ്റിങ്ങുമായി. ഈ പിക്കാസ് ഗോഡായിട്ടില്ല. ഫോർച്യൂൺ അല്ലെങ്കിൽ സ്കിൽ ടച്ച് അതിട്ട് കഴിഞ്ഞാൽ ഇത് ഗോഡ് പിക്കാസ് ആവും. അതൊക്കെ പിന്നിടാം. അപ്പം അത് ഇടാം, ധൃതിയൊന്നുമില്ല. എനിക്ക് ആ ഏരിയയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയാൽ മതി. ഇന്നത്തെ വീഡിയോ അധികം ലോങ്ങില്ലായിരിക്കും. സോറി ഗൈസ്, അത് മെയിൻലി നമ്മൾ മറ്റേ അതിന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് കൂടുതലാക്കാം. ഇനി അങ്ങോട്ടുള്ളതെല്ലാം നമ്മുടെ ബേസിൻ്റെ ഇതായിരിക്കും. ഇനി ഒന്ന് നോക്കട്ടെ, ഇത് ചറവറ വരുന്നുണ്ടെന്ന്. എടാ, എഫിഷ്യൻസി 5 ഇട്ടിട്ട് പോലും കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. ഇന്ന് തന്നെ എനിക്കിത് ഇത്രയും ക്ലീൻ ചെയ്യാൻ പറ്റി അത്രയും നല്ലത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഓഫ് ക്യാമറയിൽ നിന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി പണിയാണ്. നമുക്ക് ശനി ഞായർ വേണമെങ്കിലേ മെഗാ പണി തുടങ്ങാം. അതായത് അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഈസി പണി എടുക്കും, ശനി ഞായർ മാത്രം മെഗാ പണി എടുക്കും. അതാകുമ്പോൾ കുറേ ടൈം നമുക്ക് കിട്ടും. ശനി ഞായർ ആ സമയങ്ങളിൽ നമുക്ക് മെഗാ ടൈം കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാൻ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തത് GSSI അങ്ങനെ ഉണ്ടായിരുന്നു ആ സീരീസിൻ്റെ പേര്. അതിൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടായിരുന്നു. കുറേ പേർക്ക് അത് ഇഷ്ടപ്പെട്ട്. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതായിക്കൊണ്ടിരിക്കുവാണ്. സംഭവം കുറച്ച് പരിപാടിയൊക്കെ അതിലുണ്ട്. അപ്പോൾ അതായി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് സെറ്റാക്കി ഇടാം. അതിന് കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കിയത് അതിൻ്റെ വാച്ച് ടൈം ഏകദേശം നല്ല രീതിയുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ 2ാമത്തെ എപ്പിസോഡ് വരും. 2ാമത്തെ എപ്പിസോഡ് ഇത്തിരി കൂടെ സീരിയസ് കാര്യങ്ങളാണ് ഗൈസ് അതിൻ്റെ അകത്ത്. മറ്റേത് നമ്മൾ ഫുള്ള് കോമഡി അടിച്ച് ചളി അടിച്ച് ഇല്ലാണ്ടാക്കി. ഇനി അങ്ങോട്ട് ഇത്തിരി സീരിയസ് ആയിരിക്കും. ഞാൻ അതുകൊണ്ട് ഇത്തിരി അതിൻ്റെ കുറച്ച് പരിപാടിയിലാണ്. അപ്പോൾ അതും കൂടി ഇതാവും. ഇത് ആകുമ്പോൾ രണ്ടും കൂടെ നടക്കൂലല്ലോ. അതാണ് നമ്മുടെ വീഡിയോസ് ഇടയ്ക്കൊന്നും വരാഞ്ഞത്. ഇനിയിപ്പം ഡെയിലി നമുക്ക് വീഡിയോസ് സെറ്റാക്കാം. ഈ സ്റ്റോണൊക്കെ കളക്ട് ചെയ്യണോ വേണ്ടയോ? എന്തായാലും ഡീസ്പോൺ ആവട്ടെ. ബേസാണ് നമ്മുടെ മുഖ്യം. പറ്റുമെങ്കിൽ നമുക്കില്ലേ ഇസ്തിസാവിനും കൂടെ ഇവിടുന്ന് ഞാൻ അടയാളപ്പെടുത്തി വെച്ചേക്കാം. എൻ്റെ മനസ്സ് പറയുന്നത് ഇവിടുന്ന് ഇത്തിരി കൂടെ ക്ലീൻ ആക്കണം. അതായത് ഏകദേശം അത് ഇത്രയും കൂടെ പ്ലെയിനായി കിടക്കുമ്പോൾ ഒരു രസം കിട്ടും. അതെനിക്ക് വേണം.
ഈ ഡേറ്റോളജി പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെയും കൂടെ പ്ലേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്തിരി കൂടെ നമുക്ക് ഏരിയ അൺലോക്കായി കിട്ടും. അപ്പം നമുക്ക് ഈ കറക്റ്റ് ഈ സെൻറ്ററിൽ തന്നെ ഒരു ബേസ് പണിയാം. അപ്പോൾ നേരെ നമുക്ക് അയ ഫാമിൽ തന്നെ ഇറങ്ങാം. അവിടെ നിന്ന് അങ്ങോട്ട് എടുക്കണം XP ഫാം അങ്ങനെയൊക്കെ. സോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് സബ്സ്ക്രൈബ്. അത് നമ്മൾ പതിയാണ് ചെയ്യുന്നത്, എനിക്കറിയാം. വേണമെങ്കിൽ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇത് മാറ്റി എൻ്റെ പോട്ടുണ്ടാക്കി അതിൽ കയറി എൻട്രാനെ പോയി ബുഷും ആക്കാം. അങ്ങനെ സുഖമില്ല, നമുക്ക് ബേസൊക്കെ പണി ഇത് പതിയെ പോകണം. ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ.